ഹായ് ഗൈസ്, യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് ഇഫ്താർ പാർട്ടി സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ. ഓക്കെ, ഒരു വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ യു കെയിൽ വന്നിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടാമത്തെ റമദാനാണ്. അങ്ങനെ രണ്ടാമത്തെ റമദാനിന് അൽഹംദുലില്ലാ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റി. കാരണം കഴിഞ്ഞ റമദാനിൽ ഞങ്ങൾ നിൽക്കുന്ന ഒരു അക്കോമഡേഷനും കാര്യങ്ങളും ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാനും നിർത്താനും ഒക്കെ ഭയങ്കര താല്പര്യം കേട്ടോ. അപ്പോൾ എന്തായാലും തലേന്ന് രാത്രി തന്നെ ഞങ്ങൾ വേണ്ട സാധനങ്ങളൊക്കെ പോയി വാങ്ങിയിട്ട് വന്നു. ഗസ്റ്റായിട്ട് വേറെ ആരുമല്ല, നമ്മളെ റിസീം സാലും നമ്മളിപ്പോൾ ട്രിപ്പിന് വരുന്ന ടീംസ്, പിന്നെ വേറൊരു കപ്പിൾസും കൂടി ഉണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിൽ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഫോട്ടോഗ്രാഫറാണ് നിസാബ്. ആളും പിന്നെ ആളെ വൈഫിനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പരിചയപ്പെടാൻ പോകുന്നത്. പക്ഷേ ഫോണിൽ കൂടെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ക്ലീനിങ്ങും പിന്നെ കുക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് എല്ലാവരും. അതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ ഇരുന്നിട്ട് ഫാമിലി ഡിസ്കഷനിലാണ് കേട്ടോ. ദിസ് ഈസ് ഹൗ ദ ഫസ്റ്റ് പ്രയോറിറ്റി ലുക്ക് ലൈക്ക് എന്ന് പറയില്ല, എനിക്ക് അതാണ് ഇടാൻ തോന്നുക. എന്തായാലും എൻ്റെ ഷെഫീഖ് മോൻ കുറച്ച് ക്ഷീണത്തിലാണ്, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ബിക്കോസ് ഈ ഒരു വീക്കാണ് അവർക്ക് ഹോളിഡേ ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് സൺഡേ ആണ് പ്രോഗ്രാം സെറ്റ് ചെയ്തത്. 9th കാരണം യൂഷ്വലി സാറ്റർഡേ സൺഡേ ഷെഫീഖാക്ക് ഹസാരിൽ വർക്ക് ഉണ്ടാവും. പക്ഷേ ഈ വീക്ക് ഹോളിഡേ ആണ്. ഇന്ന് റിസയ്ക്ക് മാത്രമാണ് വർക്ക് ഉള്ളത്. അപ്പോൾ മാക്സിമം ആളോട് നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിഹാലിൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാണ് ഗൈസ്. സെയിം സാധനം ഒരു പറ്റില്ല. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും നിസാം പാത്തു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പേര് പറയാൻ പറഞ്ഞു, അവളെ പേര് ഫാത്തിമ എന്നാണ്, പാത്തു എന്ന് വിളിക്കും. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിഹാലിൻ്റെ ഫ്രണ്ടും സാലും ഒക്കെ എത്തി. ഇനിയിപ്പോൾ റിസൈൻ കൂടി എത്തേണ്ടുള്ളൂ കേട്ടോ. നമ്മളെ നദീറാണെങ്കിൽ ഓനിക്കിന്ന് വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഓനിക്ക് എത്താൻ പറ്റില്ല. നമ്മൾ ഇടിയപ്പവും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങി, പിന്നെ ബീഫ് കറി വെച്ചു. പിന്നെ പാത്തും നിഹാലും കൂടി ചേർന്നിട്ടൊരു ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാത്തുവിൻ്റെ വക കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു. സാലു വന്നപ്പോൾ റിസൻ്റെ വകയുള്ള ഒരു ഇറച്ചി ബിരിയാണി. അവൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇന്ന് ഇറച്ചി ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ സെറ്റ് ചെയ്തിട്ടോ വർക്കിന് വയ്ക്കണം. മാക്സിമം അവളൊന്ന് വർക്ക് ഓഫ് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാപ്പ് ചെയ്യാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ആൾക്ക് പോകേണ്ടി വന്നു. ആൾക്ക് ഇങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഐഡിയ തന്നെ ഫസ്റ്റ് മുന്നിലേക്ക് ഇട്ടത് ഓളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാൻ ഓളുണ്ടാവില്ല, പക്ഷെ ഫുഡിങ്ങിൻ്റെ ടൈമിലെങ്കിലും എത്തുമായിരിക്കും എന്ന് കരുതി. പിന്നെ പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആവാനായിട്ടോ. പിന്നെ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും പിന്നെ സ്നാക്സും കാര്യങ്ങളും സെറ്റ് ചെയ്യലും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യലൊക്കെ ആയിട്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡ് പോലെ തന്നെ എൻ്റെ മൈൻഡും ഫുൾ ആ സോങ് ആയിരുന്നു കേട്ടോ അന്ന്. എല്ലാവർക്കും പച്ചവെള്ളം ഒഴിക്കണോ ജ്യൂസ് ഒഴിക്കണോ? ഈ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡും സ്നാക്സും ഫ്രൂട്ട്സും എല്ലാം സെറ്റായി വാങ്ങി കൊടുത്തു. അങ്ങനെ നോമ്പ് തുറന്നു. ഞാൻ ഈ റമദാനിൽ, കഴിഞ്ഞ റമദാനല്ല, ഈ റമദാനിൽ ഇതുപോലെ ഒരുമിച്ചിരുന്നിട്ടോ അല്ലാതെയോ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കൽ ഭയങ്കര റയറായിരുന്നു കേട്ടോ. ബിക്കോസ് ഒട്ടുമിക്ക സമയങ്ങളിലും വർക്കായിരിക്കും. അത് കഴിഞ്ഞ് നേരെ നിസ്കരിക്കാൻ പോയി. നമ്മൾ ഷെഫീഖ് മോനാണ് ബോയ്സിൻ്റെ ഇമാമ്.
അത് കഴിഞ്ഞത് നേരെ മെയിൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ അവിടെ സൈഡിൽ നടക്കുന്നുണ്ട്. എല്ലാം നിഹാൽ തന്നെയാണ് കേട്ടോ, അതവനെ എടുത്ത് പറയുന്നത് വേണം. അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് പേരിരുന്ന് അന്താരാഷ്ട്ര ചർച്ചയും വീഡിയോ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നിസാമിന് നല്ല വിശക്കുന്നുണ്ട്. ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കുന്നുണ്ട് എന്തായിന്ന്. അജുവാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഇടയിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയുക, അജു ഒന്നും ഇതിലൊന്നും ചെയ്തിട്ടില്ല. അജുവിനെ മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, ഞാനായാലും ഷെഫിക്കായാലും ഞങ്ങളൊന്നും ഇന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എല്ലാം നിഹാൽ തന്നെയായിരുന്നു കേട്ടോ അതിന് ഫുൾ മുന്നിൽ നിന്നെല്ലാം റെഡിയാക്കിയത്. ഇവർ രണ്ടും മെയിനായിട്ട് ഇങ്ങനത്തെ കുറച്ച് വക്രപ്പണികളാണ് കേട്ടോ സൈഡിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് ഇപ്പം അർഷാദിൻ്റെ പ്രശ്നം. ഞങ്ങൾ അർഷാദിന് എന്തുണ്ടാക്കുകയാണെങ്കിലും ഒരു ചായ ഉണ്ടാക്കുകയാണെങ്കിലും മല്ലിച്ചപ്പ്, ബേ ലീഫ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇടണം. ഞങ്ങൾ ഈ വീട്ടിൽ ആ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടുതലും അർഷാദാണ് കേട്ടോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇട്ടിട്ടാണ് അർഷാദ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കും അർഷാദിൻ്റെ ഫുഡ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റായി ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ റിസയുടെ ഇറച്ചിച്ചോറ് കഴിഞ്ഞു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ബിരിയാണി, അത് കഴിഞ്ഞ് കറി എല്ലാം അടിപൊളിയായിരുന്നു. റിസ ഫുഡ് കഴിക്കാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്ക് ഇറച്ചിച്ചോറ് എടുത്തു വയ്ക്കാനും പറ്റിയില്ല കേട്ടോ. ഇറച്ചിച്ചോറ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ അതേ ഫുഡിങ് കഴിഞ്ഞപ്പോൾ നല്ല ഈമാനുള്ള ഇബ്ലീസുകൾ എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കൂടി നേരെ ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഷെഫിക്ക് അതിൻ്റെ ഇടയിൽ പറയേണ്ടി ഇപ്പോൾ റിസ വന്നാൽ കാണാമെന്ന് കേട്ടോ. ബിക്കോസ് ആൾക്ക് ഇതൊന്നും വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിലെ വല്യമ്മയാണെന്ന്. ഒരാളിവിടെ പാട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. റിസ വരെ നേരായി എന്ന് കണ്ടപ്പോൾ ഒരാൾ നൈസായിട്ട് സൈഡിലേക്ക് മാറിയിരിക്കുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് ആ പാട്ടൊക്കെ മാറി വൈറലായതില്ലേ. ബിക്കോസ് നമ്മളെ വല്യമ്മ സ്ഥലത്തെത്തി ഗൈസ്. ഇപ്പം തന്നെ ഓളാരും ഫുഡ് കഴിക്കാൻ കാത്തുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് യൂനോ കളിക്കാൻ മക്കളെ വാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ട് ഫൈനലി ഫസ്റ്റ് ഗെയിമിൽ ഞാൻ തന്നെ പൊട്ടി ഗൈസ്. അപ്പൊ അതിന്റെ പ്രകടനങ്ങളാണ് ഇവിടെ കാണുന്നത്. സെക്കൻഡ് റൗണ്ടിൽ നിസാമാണ് ഔട്ടായത്. അതിന്റെ പ്രകടനം നല്ലോണം ഉണ്ടായിരുന്നു. ഒരാളവിടെ 2 റൗണ്ടിലും എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ സോഫ മൊത്തം ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിസാമും സാലും റിട്ടേൺ ആയിട്ടോ. പിന്നെ ഒപ്പം സാക്കിതും നിഹാലിൻ്റെ ഫ്രണ്ട്. ബിക്കോസ് അവർക്കൊക്കെ നാളെ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ ഏർലി മോർണിംഗൊക്കെയാണ് ഷിഫ്റ്റ് ഉള്ളത്. അപ്പോൾ ഒന്നാമത് ലേറ്റായി, പിന്നെ ലേറ്റാക്കാൻ നിൽക്കുന്നില്ല എന്ന് എഴുതിയിട്ട് ഇറങ്ങി. പിന്നെ നിസാമും പാത്തുവും ഇന്നിവിടെയാണ് സ്റ്റേ ചെയ്തത്. ബിക്കോസ് അവർക്ക് നാളെ ഇവിടുന്ന് വെംബ്ലിയിൽ പോകണമായിരുന്നു. അവരും ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അവർ നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് നാളെ വെക്കൊന്നുമില്ല. ഇനി നല്ലൊരു ഡേ ആയിരുന്നു. ഒരു വീക്കിൻ്റെ ഫുൾ ക്ഷീണം അങ്ങനെ ഒരു വീക്കെൻഡ് കിട്ടി കഴിയുമ്പോൾ തീർന്നു കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.